ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീനേജേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഒരു ടീനേജ് സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കാം, ഞാനൊരു ഡോക്ടറൊന്നും അല്ല. ഞാൻ ഫോളോ ചെയ്തു വന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ, അത് എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാക്കിയത് കൊണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഇതിന്റെ അടി വന്ന് കമന്റ് ചെയ്യരുത്, ഇതൊക്കെ പറയാൻ നീ ആരായിട്ട് ഡോക്ടറാണോ എന്നൊന്നും ചോദിച്ചിട്ട് വരരുത്. നിങ്ങൾ എന്ത് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിന് മുന്നേയും ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്റെ റൂട്ടീനെ ഫോളോ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യത്തുള്ളൂ. എന്നിട്ട് പിന്നെ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് എന്റെ ഫേസ് കുളവായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനത്തെ ഉള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ചില പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് അലോവേറയുടെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് പിമ്പിൾസ് വരും. അതായത് വീട്ടിലുണ്ടാക്കിയ അലോവേറ ജെല്ല് ഫേസിൽ യൂസ് ചെയ്താലും അതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ല് ഫേസിൽ യൂസ് ചെയ്താലും എനിക്ക് പിമ്പിൾസ് വരും. അതുകൊണ്ട് ഞാൻ അലോവേറ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ചില സാധനങ്ങളിൽ ഇപ്പം മെയിൻ ഇൻഗ്രീഡിയന്റിന്റെ കൂടെ ഒരു സൈഡായിട്ട് അലോവേറ ഒക്കെ കാണും. അപ്പൊ എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് അലോവേറ ഉള്ള സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. അതുപോലെ ഇന്ന സാധനം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവത്തില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് ഉപയോഗിക്കാതെ മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചില ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പം ഈ സാധനം ഇട്ടപ്പോ എനിക്ക് കുരു വന്നു. അപ്പം എന്ത് ഫേസ് പാക്ക് ആയിട്ടേ നോക്കണം. എന്ത് ഫേസ് പാക്ക് ആയി ഇടുമ്പോൾ ഒന്നുകിൽ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് നോക്കണം. അപ്പം എന്ത് ഇൻഗ്രീഡിയന്റാ നിങ്ങൾക്ക് കുരു ഉണ്ടാക്കുന്നതെന്ന് നോക്കണം. അതിപ്പം ചിലർക്ക് ടർമറിക്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് മഞ്ഞൾ അടങ്ങിയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തതില്ല മഞ്ഞൾ ഡയറക്റ്റ് ഫേസിലിട്ടില്ല ഫേസ് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവും. അപ്പം അവള് മഞ്ഞളിന്റെ സാധനങ്ങളും ഈ ഡോക്ടർ ഷെറ്റ്സിന്റെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡിന്റെ സൺസ്ക്രീൻ ഇല്ലേ, അതുപോലെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്ന പോലെ തോന്നും. അപ്പം നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവാത്ത ഇൻഗ്രീഡിയൻസ് ഏതാ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? ടീനേജേഴ്സിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മുഖത്ത് കുരു വരുന്നത്. മുഖത്ത് കുരു ഇല്ലാത്ത ടീനേജേഴ്സ് ഒക്കെ വളരെ ചുരുക്കമാണ്. ഇപ്പൊ ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും മുഖത്ത് കുരു ഇല്ലാത്ത ടീനേജേഴ്സ് വളരെ വളരെ റെയർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാവർക്കും ടീനേജ് ടൈമിൽ കുരു ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ടീനേജ് ടൈമിൽ കുരു ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുരു വരും. നിങ്ങൾ ഇനി ഏതൊക്കെ ഡോക്ടറിനെ കണ്ട് എന്തൊക്കെ മരുന്ന് ചെയ്തെന്ന് പറഞ്ഞാലും ടീനേജ് ടൈമിൽ നിങ്ങൾക്ക് കുരു വരും. അത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യം. കാരണം എനിക്ക് നല്ല രീതിക്ക് കുരുണ്ട് വന്നിട്ടുള്ള, ഇപ്പോഴും നല്ല രീതിക്ക് കുരുണ്ട്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും നല്ല രീതിക്ക് കുരു കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനും അതുപോലെ ബോഡിക്കും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു ടൈമാണ് ടീനേജ് ടൈം. അതായത് നമ്മുടെ ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ടൈമാണ് ഈ കൗമാര പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈമിൽ നമുക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് വരും. എനിക്ക് ശരിക്കും നല്ലപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ നേരിട്ട് പരിചയമുള്ളവർക്കൊക്കെ അറിയാം, എനിക്ക് നല്ല രീതിക്ക് കുരുവാണ്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ കുരു മാത്രമല്ല, എനിക്ക് വലിയ വലിയ കുരുവല്ല വരുന്നത്, കുഞ്ഞു 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 കുരുവായിരുന്നു. എന്നിട്ട് എനിക്കത് കാണുമ്പോൾ കുത്തിപ്പൊട്ടിക്കുന്നു. ഞാനങ്ങനെ കുത്തിപ്പൊട്ടിച്ച് മുഖം മൊത്തം കറുത്ത പാടായത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് അറിയാം, ഈ വർഷത്തിൽ കുരു കുത്തിപ്പൊട്ടിക്കലെന്ന് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. പക്ഷെ ഞാൻ ഇന്നും കുറച്ച് മുന്നേ കൂടെ കുത്തിപ്പൊട്ടിച്ചോളൂ. എന്നെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ടും കുറച്ച് വരുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. എനിക്കതൊന്ന് കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ഹാബിറ്റ് ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മുടെ ടീനേജ് ടൈമിൽ നമ്മുടെ ബോഡിയിലെ ഓയിൽ ഗ്ലാൻസ് ഒക്കെ കൂടുതലായിട്ടും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ടൈമിൽ. അതുകൊണ്ടാണ് നമുക്ക് കുരു ഭയങ്കരമായിട്ട് കൂടുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള ആക്റ്റീവ്സ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരിക്കലും യൂസ് ചെയ്യില്ല. ആക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം സാലിസിലിക് ആസിഡ്, നയസിനമൈഡ്, അതുപോലത്തെ ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ ഈ ടൈമിൽ ഒരിക്കലും യൂസ് ചെയ്യും. നിങ്ങളൊരു 20 വയസ്സിൽ ആവുന്നിടം വരെ മാക്സിമം ഈ ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ടൈമിൽ നിങ്ങളുടെ സ്കിൻ ഏറ്റവും നന്നായിട്ടിരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പം നിങ്ങൾ വെറുതെ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിൻ ഒന്നുകൂടെ വേഴ്സ് ആവാനുള്ള ചാൻസ്. കാരണം ടീനേജ് ടൈമിൽ സ്കിൻ കുറച്ചും കൂടി സെൻസിറ്റീവാണ്. അപ്പം നിങ്ങൾ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം സ്കിന്ന് അതൊന്നു മേ ബി ആദ്യം നിങ്ങൾക്ക് തോന്നുമായിരിക്കും എനിക്കിത് വർക്ക് ആവുന്നുണ്ടെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങളുടെ സ്കിന്നിന് അത് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ടീനേജ് ടൈമിൽ ഒരിക്കലും ആക്റ്റീവ്സ് യൂസ് ചെയ്യരുത്. മാക്സിമം ആക്റ്റീവ്സ് യൂസ് ചെയ്യാണ്ട് നോക്കണം. സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്യുന്നില്ല. നമ്മളൊരു ദിവസം 2 വട്ടം ഫേസ് വാഷ് ചെയ്യണം. 2 കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പം ഒരു ദിവസം 2 വട്ടം ഫേസ് വാഷ് ചെയ്യണം. ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയിലും.
പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ പൊടിയൊക്കെ ആവും ആസ് യൂഷ്വൽ. അപ്പൊ നമുക്ക് ഫേസ് വാഷ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലാണ്ട് ഒരു ദിവസം 2 വട്ടം ഫേസ് വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് വാഷസ് ഞാൻ പറയാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ്. ഈ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫേസ് വാഷ് ഇതാ, ഈ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് പ്രിവെന്റ് പിമ്പിൾസ്. അപ്പം ഈ ഒരു ഫേസ് വാഷ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫേസ് വാഷ് ഹിമാലയയുടെ ആയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കുരു ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഭയങ്കരമായിട്ട് എനിക്ക് കൂടിയാവുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ വേറെ ഏത് ഫേസ് വാഷ് വാങ്ങിച്ചാലും ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിക്കരുത്, ഇത് കുരു ഉണ്ടാക്കും, നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞവരും തിരിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ശരിയോ ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്, കുരു ഒക്കെ എനിക്കും കുരുവൊക്കെ കൂടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സത്യമായിരിക്കും, എനിക്ക് മാത്രമല്ല മറ്റൊരാളും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് വിശ്വസിച്ചു. പക്ഷെ കുറച്ചു നാൾ മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് വാഷ് തീർന്നുപോയി. വീട്ടിലമ്മ ഹിമാലയയുടെ യൂസ് ചെയ്തത്. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് വാഷ് തീർന്നുപോയി. അപ്പം എന്റെ കയ്യിൽ വേറെ ഫേസ് വാഷ് ഇരിപ്പില്ല. എനിക്കപ്പം ഗതി കെട്ട് എനിക്കിത് യൂസ് ചെയ്യേണ്ട വന്നു. യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്റെ ഫേസ് വാഷ് തീർന്നു, എനിക്കൊരു ഫേസ് വാഷ് വാങ്ങിച്ചു തരണേന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷെ ആ കാര്യം ഞങ്ങൾ രണ്ടുപേരും വിട്ടുപോയി. അപ്പം ഞാൻ മുഖം കഴുകാൻ നേരവാ അയ്യോ എന്റെ ഫേസ് വാഷ് തീർന്നു പോയെന്നല്ലേ. എന്നാൽ ഞാൻ ദിവസം കോളേജിൽ പോകുന്നുണ്ട്, ഞാൻ വാങ്ങിക്കുന്നില്ല. അപ്പൊ ഞാൻ കഴുകാൻ നേരം അയ്യോ എന്റെ ഫേസ് വാഷ് തീർന്നു പോയല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട വന്നു. യൂസ് ചെയ്തപ്പം എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്റെ ഫേസിൽ പിമ്പിൾസ് കുറയുന്ന കൂട്ട് തോന്നി. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എനിക്ക് തോന്നിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ദിവസം യൂസ് ചെയ്യുന്നു. ഒരു 2 ആഴ്ചക്ക് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്തു. അപ്പൊ എനിക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് കുറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് തന്നെ കൺഫ്യൂഷൻ. അപ്പൊ പണ്ട് എന്താ എനിക്ക് ഇങ്ങനെ തോന്നി, ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം എനിക്ക് ഈ ഫേസ് വാഷ് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഇത്രയേ ഉപയോഗിച്ച് തീർത്തു. ശരിയും കൂടെ ഒളിഞ്ഞ് പുതിയത് വാങ്ങിക്കണം. കാരണം അത്രയും നല്ലൊരു ഫേസ് വാഷാണ്. നിങ്ങൾ ഒരു ടീനേജേഴ്സ് ആണ്, ഒരു കാര്യം ചെയ്യുന്നു, ഇതിന്റെ ചെറിയ ബോട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ഫാൻസിലൊക്കെ ഇരിക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളു കുഞ്ഞു ട്യൂബിനകത്ത്. അപ്പൊ നിങ്ങൾ അത് ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഫേസിന് പിമ്പിൾസ് കുറയുന്ന പോയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അതുപോലെ കൂടുന്നില്ലെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാം. കാരണം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഫേസിലെ ഡേർട്ടും പൊല്യൂട്ടൻസും ഒക്കെ നല്ല രീതിക്ക് കഴുകിക്കളയുന്നുണ്ട്. നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സിമ്പിളിന്റെ ഫേസ് വാഷ്. സിമ്പിളിന്റെ ഫേസ് വാഷ് പക്ഷെ എനിക്ക് സിമ്പിളിന്റെ ഫേസ് വാഷിന്റെ സ്മെല്ല് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഒരുമാതിരി ഓക്വേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സിമ്പിളിന്റെ ഫേസ് വാഷ് അല്ലാണ്ട് അതിന്റെ ജോലി എന്താണ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. മുഖം നല്ല രീതിക്ക് വൃത്തിയാക്കുന്നുണ്ട്. അതായത് ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. പക്ഷെ എനിക്ക് അതിന്റെ സ്മെല്ല് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സിമ്പിളിനെക്കാട്ടിലും ഞാൻ കുറെ കൂടി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ്. പിന്നെ സെറ്റഫിലിന്റെ ഒക്കെ നല്ലതാണ്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ ടീനേജ് ടൈമിൽ സ്കിൻ കുറച്ചും കൂടി ഒരു സെൻസിറ്റീവ് കൈൻഡ് ഓഫ് രീതിയിലാവും. അപ്പൊ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്കത് തിരിച്ച് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സെറ്റഫിലിന്റെ ഒക്കെ നല്ലതാണ്. പക്ഷെ അത് കുറച്ചങ്ങോട്ട് എക്സ്പെൻസീവ് സൈഡിലോട്ടോ. കാരണം ഒരു ഫേസ് വാഷിന് തന്നെ 300 രൂപയുടെ അടുത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലേ. ഫുഡ് ബൈറ്റ്സിന്റെ ഫേസ് വാഷ് ഉണ്ട്, പോൺസിന്റെ ഫേസ് വാഷ് ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം ഒരു 200 രൂപയ്ക്കകത്തുള്ള ഫേസ് വാഷസ് ഒക്കെ അത്യാവശ്യം കുറെയൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷും ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാല് 1 സ്പൂൺ കടലമാവ്, ഒരു എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിനകത്ത് 1 സ്പൂൺ കടലമാവ് എടുക്കണം. എന്നിട്ട് 1/2 സ്പൂൺ മുൾട്ടാണി മിട്ടി, അതായത് ഇപ്പൊ 2 സ്പൂൺ കടലമാവ് എടുക്കുവാണെങ്കിൽ 1 സ്പൂൺ മുൾട്ടാണി മിട്ടി അതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിക്കുന്നില്ലേ, നമ്മുടെ വീട്ടിൽ ഓറഞ്ച് മേടിക്കുമല്ലോ, അതിന്റെ തൊലി അങ്ങോട്ട് പൊളിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ആ തൊലി ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് വൈകിട്ടെടുത്ത് അകത്ത് വെക്കണം. 2ാമത്തെ ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് വൈകിട്ടെടുത്ത് അകത്ത് വെക്കണം. അപ്പൊ അതിന്റെ വെള്ളം ഒന്ന് ഇച്ചിരി ഇതാവും. എന്നിട്ട് പിന്നെ അകത്ത് നിരത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അത് ഉണങ്ങും. എന്നിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഫേസ് പാക്കിനകത്തൊക്കെ ഇടാൻ പറ്റും. അപ്പം ആ ഒരു പൊടിയും ഒരു മുൾട്ടാണി മിട്ടിയുടെ സെയിം അളവിൽ, അതായത് 2 സ്പൂൺ കടലമാവാണെങ്കിൽ 1 സ്പൂൺ മുൾട്ടാണി മിട്ടിയും 1 സ്പൂൺ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതും കൂടെ ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിനകത്ത് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ നേരം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്നുകിൽ കയ്യിലോ അല്ലെങ്കിൽ ഏതൊരു പാത്രത്തിനകത്ത് എടുത്തിട്ട് കുറച്ച് വെള്ളമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് നമ്മുടെ ഫേസ് വാഷിട്ട് വാഷ് ചെയ്തില്ല. അതുപോലെ ഇത് ഇട്ട് നന്നായിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യണം. ഇങ്ങനെ 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 അങ്ങനെയല്ല, ജെന്റിലായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് അത് ഫേസിൽ തന്നെ റെസ്റ്റ് ചെയ്തിട്ട് 1-2 മിനിറ്റ് മതി, മാക്സിമം 5 മിനിറ്റ്, അതിനപ്പുറം ഒന്നും പോകേണ്ട ആവശ്യമില്ല.
അങ്ങനെ എന്നിട്ട് അത് വാഷ് ചെയ്തപ്പോൾ ഡെയിലി ട്വൈസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കാവുന്നത്. കാരണം ഈ കടലമാവാണെങ്കിലും മുൾട്ടാനിമിട്ടി ആണെങ്കിലും ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചാണെങ്കിലും അതൊക്കെ സ്കിന്നിന് ഭയങ്കര നല്ലതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ സ്പേസ് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ നിങ്ങൾ ഇത് ഫേസ് നമ്മുടെ ഉണ്ടാക്കിയ മിക്സ് ഇല്ലേ അത് വെച്ചിട്ട് നിങ്ങൾ മുഖം കഴിയാൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിനകത്ത് എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം, ഇല്ല നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തൈര് ഉപയോഗിക്കാം, അതുപോലെ പാലും ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. ഇതിനൊന്നും ആവശ്യമില്ല, വെള്ളം കൊണ്ട് നമുക്ക് വേണമെങ്കിലും അത് ആ മിക്സ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ചെറുപയർ പൊടിച്ച് അത് ഫേസ് വാഷ് ചെയ്യാൻ ആ പൊടി ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഫേസ് വാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാനതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫേസ് വാഷസ് ഒക്കെ നിങ്ങൾക്ക് ഒരു 200 രൂപയ്ക്കകത്തുള്ള കുറച്ച് ഫേസ് വാഷസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടോണർ. ഇത് ആദ്യം നമ്മൾ എന്തോ ചെയ്തേ, നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പൊ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിന്റെ ഡേർട്ടും പൊല്യൂട്ടൻസും ഓയിലും എല്ലാം കഴുകി കളഞ്ഞു. അപ്പം പിന്നെന്തോ ചെയ്യണ്ടേ, അപ്പൊ നമ്മളെന്തോ ഫേസ് ഒന്ന് ഇങ്ങനെ ചെയ്യരുത്, ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി എടുക്കുക. അതുപോലെ നിങ്ങൾ തല തോർത്തുന്നതും ഫേസ് തുടയ്ക്കുന്നതും ഒരു തുണി വെച്ച് ചെയ്യരുത്. തല തോർത്താൻ സെപ്പറേറ്റ് ഒരു തുണി, ഫേസ് വാഷ് ചെയ്തിട്ട് തുടയ്ക്കാൻ സെപ്പറേറ്റ് ഒരു തുണി ആക്കണം. കാരണം തലേ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഫേസ് റബ്ബ് ചെയ്യുമ്പോൾ ഫേസിൽ കുരു ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ തലേണ കവർ ആഴ്ചയിൽ ഒരിക്കലും മാറ്റണം. അതായത് ഇപ്പം ഒരു 3 ദിവസം ഒരു സൈഡിൽ കിടന്നെന്ന് വിചാരിച്ചു, അടുത്ത 3 ദിവസം തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് കിടക്കണം. അത് അങ്ങനെ 6 ദിവസം കഴിയുമ്പോൾ ആ തലേണ കവർ മാറ്റിയിട്ട് അടുത്ത തലേണ കവർ ഇടാം. അങ്ങനെ നമ്മൾ തലേണ കവറും ആഴ്ചയിൽ ഇങ്ങനെ ഒരു 6 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പിമ്പിൾസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇപ്പൊ സ്കൂളിൽ പോകാനാണെങ്കിലും കോളേജിൽ പോകാനാണെങ്കിലും പുറത്തു പോകാനാണെങ്കിലും ആദ്യം മുടി കെട്ടണം. ഡ്രസ് ചെയ്തിട്ട് ആദ്യം മുടി എല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് പോയി ഫേസ് വാഷ് ചെയ്യണം. എന്നിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് കണ്ണെഴുതോ ലിപ്സ്റ്റിക് ഇടോ പൊട്ടോ അങ്ങനെ ഒരുങ്ങിയിട്ട് നിങ്ങൾ പുറത്തു പോകണം. അല്ലാതെ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മുടി കെട്ടുവാണെങ്കിൽ മുടിയിൽ നിന്ന് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുഖത്ത് തെറിച്ച് പൊഴിഞ്ഞൊക്കെ വീഴത്തില്ലേ, അങ്ങനെ പൊഴിഞ്ഞ് വീഴുമ്പം പിരുവം കൊഴിഞ്ഞു പോവും. അതുപോലെ മുഖത്ത് കുരു ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യം മുടി കെട്ടിയിട്ട് പിന്നെ പോയി ഫേസ് കൈയെല്ലാം വാഷ് ചെയ്തില്ലേ, അപ്പം ഫേസും കൈയും വാഷ് ചെയ്തിട്ട് വന്ന് സ്കിൻ കെയർ ചെയ്യുമ്പം കുരു ഉണ്ടാവാനുള്ള ടെൻഡൻസി ഒന്ന് കുറയും. അപ്പം ടോണറിന്റെ കാര്യം, അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോണറായിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് റോസ് വാട്ടർ. റോസ് വാട്ടർ നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ കടയിലും കിട്ടും. 50 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് റോസ് വാട്ടർ ആ ഒരു സാധനം തന്നെ ഒരു 6 മാസമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും റോസ് വാട്ടർ ഒക്കെ കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ബെഞ്ചാറാസിന്റെ, ഇതിന് കുറെ ഉണ്ടായിരുന്നു. ഇത് 2 എണ്ണം തപ്പിയപ്പോ എനിക്ക് കിട്ടിയത്. ഈ ബെഞ്ചാറാസിനെ ഞാൻ ഒത്തിരി ഏറ്റവും കൂടുതൽ എനിക്ക് കൊറോണ ഒക്കെ ഉണ്ടാവുന്നതിന് മുന്നേ കുറെ നാള് ഞാൻ ഈ ബെഞ്ചാറാസിന്റെ റോസ് വാട്ടർ യൂസ് ചെയ്ത്. ഇതിന് റേറ്റ് ആണ് 30 രൂപ. ഇത്രയും എത്ര ml നോക്കട്ടെ, 60 ml 30 രൂപ. ഒരുപാട് നാൾ ഉപയോഗിക്കാനുണ്ട് ഇത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡാബറിന്റെ ഇത് കുറച്ചും കൂടെ 120 ml. ഡാബർ അല്ലേ? ഡാബർ 120 ml ഇതിന് 52 രൂപ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ വീടിനടുത്തുള്ള കടകളിലൊക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് റോസ് വാട്ടർ വെച്ചിട്ട് ഫേസ് ടോണറായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റോസ് വാട്ടർ ഒന്നും ടോണറായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഈ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണർ, ആൽക്കഹോൾ ഒന്നും ഇല്ലാത്ത ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണറാണ്. ഇത് നല്ലതാ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോംസ്കോയുടെ ടോണറും നല്ലതാ, അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. മോംസ്കോയുടെ ഈ ഗ്രീൻ ടീ ടോണറിന് നല്ലൊരു മണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അപ്പൊ അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ 2 ബ്രാൻഡിന്റെ നല്ലത്. വേറെ ബ്രാൻഡിന്റെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാനും പറഞ്ഞൂടാ. അപ്പം അതാ ടോണറിന്റെ കാര്യം. നെക്സ്റ്റ് വന്നിട്ട് സെറമാണ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്ന വെച്ചിട്ട് നിങ്ങൾ ഒരു 20 പോട്ടെ, ഒരു 18 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ സെറം ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. സെറം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് സെറം. അപ്പൊ നമ്മുടെ സ്കിന്നിൽ അത്രയും ഉള്ളിലേക്ക് അത് പെനിട്രേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ടീനേജ് ടൈമിൽ നിങ്ങളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഇങ്ങനത്തെ ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ യൂസ് ചെയ്യരുത്. എന്തിനാ യൂസ് ചെയ്യുന്നത്? കാരണം ഈ ടൈമിൽ നിങ്ങൾക്ക് അത്രയും നല്ല സ്കിന്നാണ് കിട്ടുന്നത്. പിന്നെ പിമ്പിൾസ് വരുന്നത് അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടാണ് പിമ്പിൾസ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ആക്റ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ സെറം ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ നല്ലത്. നെക്സ്റ്റ് വന്നിട്ട് മോയ്സ്ചറൈസർ. അപ്പം അതിനെപ്പറ്റി ഞാൻ എന്തിനാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പം മോയ്സ്ചറൈസർ നല്ലത് പോൺസിന്റെ മറ്റേ സൂപ്പർ ലൈറ്റ് ജെല്ല്, അത് ഞാൻ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഓയിലി സ്കിൻകാർക്ക് നല്ലതാ. പോൺസിന്റെ അത് ഡബ്ബ എന്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ഉപയോഗിച്ച് തീർന്നപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നേ, പക്ഷെ ഞാൻ എപ്പോഴും എടുത്ത് കളഞ്ഞ്.
അതുകൊണ്ട് അതിന്റെ ഡബ്ബ കാണിക്കാനില്ല. അക്വാലോജിക്കയുടെ ഈ രണ്ടും നല്ലതാണ്. ഈ രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല മോയ്സ്ചറൈസറാണ്. ഇത് രണ്ടും ഒന്ന് ഇല്ലുമിനേറ്റ് പ്ലസ് ഓയിൽ ഫ്രീയും അത് ഗ്ലോ പ്ലസ് ഓയിൽ ഫ്രീയും. നിങ്ങൾക്ക് ഈ അക്വാലോജിക്കയുടെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇത് വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ സമയം അവരുടെ ബൈ 1 get 1 ഫ്രീ സെയിലും ടൈമിലാണ്. കാരണം ഇത് ഒരെണ്ണത്തിന് 400 രൂപയാണ്. പക്ഷെ ഞാൻ ഇത് രണ്ടും കൂടെ 400 രൂപയ്ക്ക് ഞാൻ അങ്ങനെ സെയിൽ നോക്കിയ സാധനങ്ങളൊക്കെ മാക്സിമം വാങ്ങിക്കാറുള്ളൂ. കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കുറെ നാൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങളും കിട്ടും. ഞാൻ അങ്ങനെ കൂടുതലും വാങ്ങിക്കുന്നത്. അപ്പൊ ഈ അക്വാലോജിക്കയുടെ ഈ രണ്ട് മോയ്സ്ചറൈസർ നല്ല. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഡോക്ടർ ഷെറ്റ്സിന്റെ സെറമൈഡിന്റെ മോയ്സ്ചറൈസർ നല്ലതാണ്. എമോലിൻ ക്രീം എന്ന് പറഞ്ഞൊരു ഫാർമസി പ്രോഡക്റ്റ് ഉണ്ട്. അത് ഇനി കുരു വരാതിരിക്കാൻ അങ്ങനെയുള്ള ഇതൊന്നുമില്ല, മോയ്സ്ചറൈസർ എന്ന രീതിയിൽ അടിപൊളി പ്രോഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ വെയിലൊക്കെ തുടങ്ങാൻ പോവാ, സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. സൺസ്ക്രീനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ കുറെ സൺസ്ക്രീൻ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പം ഞാനിപ്പോ നിങ്ങൾക്ക് കുറച്ച് സൺസ്ക്രീൻ പറഞ്ഞുതരാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടർ ഷെറ്റ്സിന്റെ ഹെൽത്തി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ. നിങ്ങളുടെ ഒരു നോർമൽ ടു ഓയിലി സ്കിൻ ആണെങ്കിൽ കണ്ണും അടച്ച് വാങ്ങിച്ചോ, അത്രയും അടിപൊളിയാണ്. ഇതും ഞാൻ പറഞ്ഞോട്ട് ഇത് 50 ഗ്രാമിന് എത്ര രൂപയാണ്? 400 സംതിങ് ഒക്കെ വരും 50 ഗ്രാമിന്. അപ്പം ഇത് നമുക്ക് വാങ്ങിക്കുന്ന കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകാൻ വേണ്ടിയിട്ട് ബൈ 1 get 1 ഫ്രീ സെയിൽ നടക്കുന്ന ടൈമില് ഈ ഒരു റേറ്റില് നമുക്ക് 2 എണ്ണം വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ 2 എണ്ണം വാങ്ങിക്കുന്നത്. ഞാൻ അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു വെച്ചാൽ രണ്ടും തീർന്നു. ഈ ഒരു ഹെൽത്തി ആൻഡ് ഹൈലറോണിക് അത്ര അടിപൊളി, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഈ ഒരു ഡോക്ടർ ഷെറ്റ്സിന്റെ ഹെൽത്തി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. ഇതിന് PA 4+ ഉണ്ട്, പിന്നെ SPF 50 ഉണ്ട്. ഇതും നല്ല സൺസ്ക്രീൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു മാമായത്തിന്റെ ഈ ഒരു സൺസ്ക്രീൻ, ഇത് ഞാനൊരു ഓയിലി സ്കിൻകാർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഒരു ഡ്രൈ ടു നോർമൽ സ്കിൻ ആക്കി വാങ്ങിച്ചു, സൂപ്പർ സൺസ്ക്രീൻ, നല്ല രീതിക്ക് ഫേസ് നന്നായിട്ട് ഇരിക്കും. പക്ഷെ ഒരു ഓയിലി സ്കിൻകാരെ സംബന്ധിച്ച് ഇത് ഫേസ് കുറച്ചും കൂടി ഒന്ന് ഓയിലി ആക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കേണ്ട. ഇതിന്റെ അൾട്രാലൈറ്റ് കണ്ടിട്ട് എന്റെ ഓയിലി സ്കിൻ ആയിട്ട് ഞാനിത് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് അത് ഒന്നും കൂടി ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കുന്ന തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്തില്ല. അപ്പം നിങ്ങളുടെ ഓയിലി സ്കിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. നല്ല മണവും ഇതിന്റെ നല്ല സൺസ്ക്രീൻ. ഞാനിപ്പം കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാക്മേയുടെ ഈ ഒരു സൺസ്ക്രീൻ, ഇത് നല്ല സൺസ്ക്രീനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് യൂസ് ചെയ്യുവാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് തോന്നും. പക്ഷെ എന്ന് വെച്ചാൽ ഈ 2 ഫിംഗർ റൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് വരും. അല്ലാണ്ട് നമുക്ക് അറിയാലോ നമ്മുടെ ഫേസിന് ഇത്ര വേണം എന്ന്. അത് നമുക്ക് ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് വൈറ്റ് കാസ്റ്റ് ഒന്നും വരെ തോന്നില്ല. നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല സൺസ്ക്രീനാണ്. എന്റെ സ്കിന്നിൽ എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫീൽ എനിക്ക് നല്ല ഫീലാണ്. ഈ ബയോട്ടിക്കിന്റെ സൺസ്ക്രീൻ ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചതാ. ഇത് നല്ല നമ്മ പറഞ്ഞു, ഇതിന്റെ മണം ഇതൊരു മണത്തിട്ടില്ല, കുഴപ്പമില്ല. നോർമൽ ടു ഓയിലി സ്കിൻകാർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങളുടെ ഒരു ഡ്രൈ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. എനിക്കൊന്ന് ഈ കാണിച്ച സൺസ്ക്രീനെക്കാട്ടിലും കുറച്ചും കൂടി അഫോർഡബിൾ ഇതാണെന്ന് തോന്നുന്നു. ഞാൻ എന്റെ ലിങ്ക് ഒക്കെ എന്തുവായാലും താഴെ കൊടുത്തത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 200 സംതിങ് ഞാൻ കണ്ടാ തോന്നുന്നു വാങ്ങിയത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, നല്ല സൺസ്ക്രീൻ. ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രോഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ സൺസ്ക്രീനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം വേറൊരു വീഡിയോ കാണാം.